ലോകം മുഴുവൻ ആരാധകരുള്ള ഒരെഴുത്തുകാരൻ. പിന്നീടങ്ങോട്ട് തലമുറകളെല്ലാം ഏറ്റെടുത്ത പ്രതിഭ. പേര് നെഫ്താലി റിക്കാർഡോ റെയേസ് ബസാൾട്ടോ എന്ന കൗമാരകവി. സ്വന്തം പ്രതിഭയെയും സ്വന്തം വ്യക്തിത്വത്തെയും എന്നേക്കുമായി ബസാൾട്ടോയ്ക്ക് ഒളിച്ചുവെക്കേണ്ടി വന്നു. കാരണം തന്റെ പിതാവിനോടുള്ള പേടി. താൻ എഴുതുന്നത് പിതാവിനൊരിക്കലും ഇഷ്ടമാകില്ലെന്ന് ബസാൾട്ടോയ്ക്ക് നന്നായി അറിയാമായിരുന്നു. അങ്ങനെ ആ കൗമാരക്കാരൻ എന്നേക്കുമായി തന്റെ പേര് മറ്റൊന്നാക്കി മാറ്റി. പക്ഷേ വിധി മറ്റൊന്നായിരുന്നു. അതിതീവ്രമായ ഭാവനകളുടെ ഉറവിടമായിരുന്നു ബസാൾട്ടോ. അതുകൊണ്ട് തന്നെ രചനകളെല്ലാം തന്നെ വളരെ വേഗം പ്രചാരം നേടി. അവയെല്ലാം ചരിത്രമായി മാറി. പക്ഷേ ബസാൾട്ടോയ്ക്ക് തന്റെ പേര് മാത്രം ഒരിടത്തും ഉപയോഗിക്കാനായില്ല. എന്നാൽ പകരം സ്വീകരിച്ച ഒളിപ്പേരിൽ ഇതിനോടകം അദ്ദേഹം പ്രസിദ്ധനായി കഴിഞ്ഞിരുന്നു. ആ പേര് നമ്മൾ അറിയും, പാബ്ലോ നെരൂദ. നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ട്, അടയ്ക്ക മടിയിൽ വെക്കാം, അടയ്ക്കാമരമായാലോ അതിന് സാധിക്കില്ല എന്ന്. എത്ര ഒളിച്ചാലും എത്ര ശ്രമിച്ചാലും നമ്മളിലെ പ്രതിഭ പുറത്ത് തെളിയുക തന്നെ ചെയ്യും. ആ പ്രതിഭയെ ഏതിരുട്ടിൽ ഒളിപ്പിച്ചാലും അത് ലോകത്തിനു മുന്നിൽ പ്രകാശിക്കുക തന്നെ ചെയ്യും. ശുഭദിനം.